ഇന്നത്തെ വീഡിയോയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നാം ഉപയോഗിക്കുന്ന പഴയ ഐഫോണിൻ്റെ ഫയലുകളെല്ലാം പുതിയ ഫോണിലേക്ക് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. താഴെ കൊടുത്ത ലിങ്കിൽ നിന്നും ഐട്യൂൺസ് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. ഡാറ്റ കേബിൾ വഴി മൊബൈൽ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന സമയത്ത് മൊബൈലിൽ ട്രസ്റ്റ് കൊടുക്കാൻ വരും. അതിനുശേഷം കമ്പ്യൂട്ടർ ഐട്യൂൺസ് മൊബൈലുമായി കണക്റ്റായി അവിടെ മൊബൈലിൻ്റെ വിവരങ്ങൾ കാണിക്കുന്നത് കാണാം. ആ വിൻഡോയിൽ താഴെയായി കാണുന്ന ബാക്കപ്പ് ലൊക്കേഷൻ കമ്പ്യൂട്ടർ മാർക്ക് ചെയ്ത ശേഷം ബാക്കപ്പ് എന്ന ബട്ടൺ അടിക്കുക. ARM ടിപ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഐട്യൂൺസ് വഴി ഇതുപോലെ ബാക്കപ്പ് ചെയ്തു വെച്ചാൽ ഒരിക്കലും ഫോട്ടോസോ വീഡിയോസോ ഡാറ്റാസായി നമുക്ക് തിരിച്ച് അറിയാൻ കഴിയില്ല. അതൊരു ഫയലായിട്ടാണ് ബാക്കപ്പ് ആവുക. ഇങ്ങനെ ബാക്കപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ആ ഫോണിലുള്ള ആപ്പുകൾ, കോൾ ഹിസ്റ്ററികൾ, SMS ഹിസ്റ്ററികൾ ഉൾപ്പെടെ എല്ലാ സെറ്റിങ്ങുകളും ബാക്കപ്പ് ആകുന്നതാണ്. ബാക്കപ്പ് ചെയ്യുന്ന ഫോണിലെ Icloud യൂസർ നെയിം പാസ്വേഡ് അറിയാതെ ഈ ബാക്കപ്പ് വെച്ച് പുതിയ ഫോൺ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫോൺ ആക്ടിവേഷൻ ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ Icloud യൂസർ നെയിം പാസ്വേഡ് അറിയുന്ന സെറ്റുകൾ മാത്രം ഈ രൂപത്തിൽ ബാക്കപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കപ്പ് ചെയ്യുന്ന ഫോണിൻ്റെ പേരും ബാക്കപ്പ് ചെയ്ത സമയവും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഫോണിൻ്റെ സെറ്റിങ്സിൽ എബൌട്ടിൽ ഫസ്റ്റ് ഓപ്ഷനായ നെയിമിൽ നമ്മൾ കൊടുക്കുന്ന പേരായിരിക്കും ഐട്യൂൺസിൽ നമ്മുടെ ഫോണിൻ്റെ പേരായി കാണിക്കുക. ആ പേര് വെച്ചിട്ട് തന്നെയാണ് കമ്പ്യൂട്ടറിൽ ഫയലും ബാക്കപ്പ് ആവുക. അതുപോലെ തന്നെ നാം ബാക്കപ്പ് കൊടുത്ത സമയവും ഡേറ്റും ഓർത്തിരിക്കുക. നമ്മുടെ ഫോണിൻ്റെ ഡാറ്റാസ് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് ആയി കഴിഞ്ഞു. ഈ ബാക്കപ്പ് ഫയലിനെ പുതിയ ഫോണിലേക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യാം എന്ന് നോക്കാം. നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ ഫോണിനെ ഐട്യൂൺസുമായി കണക്ട് ചെയ്യുക. ബാക്കപ്പ് കീക്ക് തൊട്ടടുത്തുള്ള റീസ്റ്റോർ ബാക്കപ്പ് എന്ന ബട്ടൺ അടിക്കുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൻ്റെ നെയിമും ഡേറ്റും നോക്കി ഫയൽ സെലക്ട് ചെയ്ത് റീസ്റ്റോർ അടിക്കുക. ലോ വേർഷൻ സോഫ്റ്റ്വെയർ ഉള്ള ഫോണിലേക്കാണ് ഈ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യുന്നതെങ്കിൽ പുതിയ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ബാക്കപ്പ് ഫയൽ റീസ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനായി മുകളിൽ കാണുന്ന അപ്ഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോൺ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് തെറ്റിച്ചടിച്ച് ഡിസേബിൾ ആയിപ്പോയ ഐഫോൺ റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്തതായി ഞാൻ ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ബാക്കപ്പ് എടുക്കാനും അതുപോലെ തന്നെ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്നതിനും നല്ല സമയം എടുക്കും. അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബാക്കപ്പ് എടുത്ത ഫോണിനേക്കാളും മെമ്മറി പവർ കുറവുള്ള ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്യാതിരിക്കുക. റീസ്റ്റോറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിലും മൊബൈലിലും കംപ്ലീറ്റ് എന്ന് കാണിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കായും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ARM ടിപ്സ്. ഗുഡ് ബൈ.